പാലക്കാട് അട്ടപ്പാടിയിലെ അഗളിക്കടുത്തുള്ള താഴെ സാമ്പാർകോട് ഊര് അവിടെയാണ് ഞങ്ങളിവിടെ ഉള്ളത്. ഇങ്ങോട്ടുള്ള വരവ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയും നല്ല ഭംഗിയുള്ള സ്ഥലം എന്നൊക്കെ നമുക്ക് പറയാം, ഇവിടെ നല്ലൊരു ചോലയൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങോട്ടുള്ള വരവ് വലിയ കഷ്ടമാണ്. ഒരു മുള കൊണ്ടുള്ളൊരു പാലം മാത്രമാണ് ഈ ഊരിനെ പുറം ലോകമായിട്ട് ബന്ധിപ്പിക്കുന്നത്. നമ്മൾ ഈ തൽക്കാലം കഷ്ടപ്പെട്ട് വരുമ്പോൾ തന്നെ നമുക്കറിയാലോ ഇവരുടെ ഒരു ജീവിതം. ഈ ജീവിതത്തെക്കുറിച്ചാണ് നമുക്കിനി കാണാൻ പോകുന്നത്, അവരുടെ വിശേഷങ്ങൾ. ഈ സാമ്പാർകോടുന്ന ഈ ഊരിലേക്കുള്ള യാത്ര അതിങ്ങനെ തുടരുകയാണ്. കുറച്ച് കഷ്ടതകൾ നിറഞ്ഞതാണ് ഇവിടേക്ക് എത്തിച്ചേരുക എന്നുള്ളത്. എന്നാലും നമ്മൾ ഈ ഒരു മേഖലയിലേക്ക് എത്തിയിരിക്കുന്ന ഒരു ചേട്ടൻ ഇവിടെ ഇരിപ്പുണ്ട്. എന്താണ് ആ ചേട്ടന് പറയാനുള്ളത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഹലോ, നമസ്കാരം. വൈകിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്, കാഴ്ചയൊക്കെ കണ്ട് ഇല്ലേ? എനിക്ക് തോന്നുന്നു പാലക്കാട് മൊത്തത്തിൽ ഇങ്ങനെ ചൂടിലേക്ക് ഇങ്ങനെ മാറിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇവിടെ വരുമ്പോൾ ഒരു അത്യാവശ്യം ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? മരങ്ങൾ കാടുകൾ ഈ പുഴ ഓരത്ത് ഉള്ളപ്പോ കുറച്ച് ചൂട് കുറവാണ്. പാലക്കാട് ഭാഷ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഭാഷയിൽ ചെറിയ വ്യത്യാസമുണ്ട്. ചെറിയൊരു തമിഴ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. തമിഴും ഞങ്ങളുടെ ട്രൈബൽസിന്റെ രണ്ട് മിസ്സായി വരുന്നതാണ് ഇപ്പൊ. എല്ലാവരും അത് തന്നെയാണ് സംസാരിക്കുന്നത്. എത്ര കുടുംബങ്ങളാണ് ഇവിടെ? ഒരു 100 കുടുംബമായി. എനിക്ക് തോന്നുന്നു നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോ വഴി കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ ആളുകൾ? നേരത്തെ അകാൽസ് കെട്ടുന്ന തരുന്ന സമയത്ത് 60 കുടുംബങ്ങളായിരുന്നു. ഇപ്പൊ കുടുംബങ്ങൾ വലുതായി വലുത്, പിന്നെ വീടുകൾ ഓരോന്ന് കുടുംബം അനുസരിച്ച് വീടുകൾ വരുന്നു. അപ്പൊ അതങ്ങനെ വീടുകൾ ആകുമ്പോൾ എണ്ണങ്ങൾ കൂടിക്കൊണ്ട് വരുന്നുണ്ട്. ആളുകൾക്ക് എന്താ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്, വഴിയിലേക്കൊക്കെ വരാനും പാലത്തിന്റെ ബുദ്ധിമുട്ടുണ്ട്. പാലത്തിന്റെ ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾക്ക് ഇത് 2018 ഒരു വെള്ളപ്പൊക്കം വന്നപ്പോ ഈ പാലം പോയതാണ്. ഞങ്ങൾ സർക്കാരിനോട് ഉദ്യോഗസ്ഥന്മാരോട് എല്ലാവരോടും അറിയിക്കുന്നുണ്ട്, കാര്യങ്ങൾ അവരെ കൊണ്ടൊന്ന് കാണിക്കാൻ ചെയ്യുന്നുണ്ട്. ഒരു പ്രാവശ്യം നമ്മുടെ SSTT കമ്മീഷണർക്ക് വന്നിരുന്നു, പിന്നെ മന്ത്രിമാരിന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, MLA-മാരൊക്കെ വന്ന് നോക്കിയതാണ്. എല്ലാം ചെയ്തെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. ഈ ഇലക്ഷൻ ടൈം മാത്രം വന്നു കഴിഞ്ഞാൽ അവര് വോട്ടിന് മാത്രം ഇവിടെ വീട് കയറി വോട്ട് ചോദിച്ചു വരും. ഞങ്ങളൊരു പാലം ഇങ്ങനെ പോയിട്ട് കുറെ നാളുകളായി ഞങ്ങൾക്ക് പാലം വേണം. ഇപ്പൊ നേരത്തെ ഇവിടെ ആന ഒരു വർഷത്തെ അടുത്ത് ഒരു മരുതി എന്ന് പറഞ്ഞ ഒരു വ്യക്തിന് ഇപ്പം ഈ കാട്ടുമൃഗങ്ങളുടെ ആനയുടെ ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടോ ഈ ഒരു മേഖലയിൽ? ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ കുറച്ചു കാലമായിട്ട് 2-3 മാസമായിട്ട് ഇവിടെ ആന ഇല്ല. ഇനി വെള്ളമില്ലാത്തത് കൊണ്ട് മഴയില്ലല്ലോ, അപ്പൊ അതുകൊണ്ട് ഇനി ആന ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന സാധ്യതയുണ്ട്. അപ്പൊ ഈ ഊരിലെ ആളുകളെ സംബന്ധിച്ചുള്ള അവർ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പൊ ഇതിനൊക്കെ ഈ കാലത്ത് ഈ ഒരു തെരഞ്ഞെടുപ്പൊക്കെ എത്തിയിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഒപ്പം തന്നെ ഈ പാലക്കാടിലേക്ക് വരുമ്പോൾ, പ്രത്യേകം നമ്മൾ ഈ ഊരുകളിലേക്ക് വരുമ്പോൾ ഊരിന്റേതായിട്ടുള്ള സംഗീതമുണ്ട്, നമുക്കതൊന്ന് കേൾക്കണമെന്നുണ്ട്. ഞാൻ ഈ പാലത്തെ കുറിച്ച് ഒരു പാട്ട് 4 വരി പാട്ട് എഴുതി സ്വന്തമായിട്ട് എഴുതിയാണ്. അപ്പൊ നമുക്ക് വേണ്ടി ഒരു 4 വരി. ലാലാലേ ലാലേ ലല്ലേ ലാലേ ലല്ലേ ലല്ലാലേ ലാലാലേ ലാലേ ലല്ലേ ലാലേ ലല്ലേ ലല്ലാലേ ലാലാലേ ലാലേ 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 ലാലാലേ ലാലേ ലാലേ സർക്കാർ കെട്ടി തന്ന സമ്പറുകൊടു പാലാളമി, സർക്കാർ കെട്ടി തന്ന സിറുവനി പാലാളമി, പാതിയിലെ മുറിந்து പോനതോളാമി, പാതെ മാറി തവറി പോനതോ, പാതിയിലെ മുറിந்து പോനതോളാമി, പാതെ മാറി തവറി പോനതോളാമി, പാതെ മാറി തവറി പോനതോ. കഞ്ചി വെത്ത് വങ്ങിന ബല സമരം പിടുത്ത് വങ്ങിന ബല, കഞ്ചി വെത്ത് വങ്ങിന ബല സമരം പിടുത്ത് വങ്ങിന ബല, എമ്മെ വിട്ട് പിറந்து പോനതോളാമി, പാതെ മാറി തവറി പോനതോ, എമ്മെ വിട്ട് പിറந்து പോനതോളാമി, പാതെ മാറി തവറി പോനതോളാമി, പാതെ മാറി തവറി പോനതോ. വീണി വീണ കെട്ടിന ബല ചിരുത്ത് വളടി കെട്ടിന ബല, വീണി വീണ കെട്ടിന ബല ചിരുത്ത് വളടി കെട്ടിന ബല, തൂണുകൊണ്ടു പിറந்து പോനതോളാമി, പാതെ മാറി തവറി പോനതോ, എമ്മെ വിട്ട് പിറந்து പോനതോളാമി, പാതെ മാറി തവറി പോനതോളാമി, പാതെ മാറി തവറി പോനതോ.
ஓட்டு வந்த ஆளே தேடி குறைக்க வருகாரு பாலவனதுக்கு காப்பனா கண்ணே மூடுகாரு ஓட்டு வந்த ஆளே தேடி குறைக்க வருகாரு ஓட்டு வந்த ஆளே தேடி குறைக்க வருகாரு பாலவனதுக்கு காப்பனா கண்ணே மூடுகாரு அரை தேடி நாம போகதோ லாமி அரை பறந்து நாம போகதோ அரை தேடி நாம போகதோ லாமி அரை பறந்து நாம போகதோ லாமி அரை பறந்து நாம போகதோ தன்னானே தன்னே நன்னே தானே நன்னே நன்னானே தன்னானே தானே நன்னே தானே நன்னே தன்னானே தனானே நானே நானே നാനേ താനാനേ താനേ നാനേ. അടിപൊളി, ഗംഭീരായിട്ടുണ്ട്. അപ്പം ഇതേപോലുള്ള ഒരുപാട് കലാകാരന്മാർ കൂടിയുള്ള ഊരാണിത്. ചേട്ടൻ സ്വന്തമായിട്ട് എഴുതിയ പാട്ടാണ്. ചേട്ടൻ പേരെന്താണെന്ന് പറഞ്ഞു? മുരുകൻ. അപ്പൊ മുരുകൻ ചേട്ടൻ സ്വന്തമായിട്ട് അവര് നേരിടുന്ന പ്രശ്നങ്ങളെ പറ്റി, അതും അവരുടെ ഭാഷയിൽ, നേരത്തെ പറഞ്ഞതുപോലുള്ള അവരുടെ ഒരു പ്രാദേശിക ഭാഷയുണ്ട്, ആ ഭാഷയിൽ തന്നെ എഴുതിയ പാട്ടാണ്. ഇവിടെ ഇതുപോലുള്ള ഒരുപാട് കലാകാരന്മാരുണ്ട്, ഒരുപാട് ജീവിതങ്ങളുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മളുടെ ഒരു യാത്ര ഇങ്ങനെ ഇവിടെ തുടരുന്നത്. എല്ലാം വന്നാൽ കഷ്ടപ്പാടാണ്. പാലത്തിൻ്റെ ബുദ്ധിമുട്ട് തന്നെ. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് അപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും സാധനം അത് ഇത് വാങ്ങി വരണതിന് പാലത്തിൻ്റെ ബുദ്ധിമുട്ടാണ്. ശരിക്കുള്ളവരോട് 15 കിലോമീറ്റർ ചുറ്റിയിട്ടാ? അല്ല, കുറച്ച് ചുറ്റി പോകണം, അല്ലെങ്കിൽ 100 ഏക്കർ വൈക്കൂടെ പോകണം. ഇവിടേക്ക് ആരും വരാറില്ല? ഇവിടെ ആരും വരുന്നില്ല. ഇപ്പം ഇലക്ഷനൊക്കെയാണ്, തെരഞ്ഞെടുപ്പാണ്, അല്ലേ വരുള്ളൂ. ആ, വരൊക്കെ ചെയ്യൂ. ഇലക്ഷൻ സമയമാകുമ്പോഴല്ലേ വരുള്ളൂ. ഇപ്പോൾ ആരും വന്നിട്ടില്ല, ഇതുവരെ വന്നിട്ടില്ല. അപ്പം ആ സമയത്ത് വന്നിട്ട് വെറുതെ എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകും? ആ, ചെയ്തു തരാന്ന് പറഞ്ഞിട്ട് പോകും. ഇവിടെ കാട്ടുമൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. ആനയൊക്കെ വരുന്നുണ്ട്. ഇപ്പം ഈ ഊരിൽ 2 പേരിനെ ആന അടിച്ചില്ലേ. ആദ്യം ഒരു പെണ്ണിനെ അടിച്ചു, രണ്ടാമത് ഒരു വണ്ടാരിനെ അടിച്ചു. അങ്ങനെ. അപ്പോൾ അതാണ് ഈ അമ്മയ്ക്ക് പറയാനുള്ളത്. ഇതേപോലെയാണ് ഈ ഊരിൽ താമസിക്കുന്ന ഓരോ വ്യക്തിക്കും പറയാനുള്ളത്. കാരണം ഇവർക്ക് ഈ പാലം തകർന്നിട്ട് കുറേ വർഷങ്ങളായി. ഇതുവരെ ജനപ്രതിനിധികൾ ആരും ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇനിയിപ്പോൾ തിരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ട് ഇവിടേക്ക് ആരെങ്കിലുമൊക്കെ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവരുള്ളത്. എന്തായാലും നമുക്ക് എൻ്റെ കൂടെയുള്ള 2 പേര് ഇതുപോലെ പല പ്രദേശങ്ങളിലായിട്ടുണ്ട്, പല വീടുകളിലുണ്ട്. നമുക്ക് അവരോടൊപ്പം ഞാൻ ജോയിൻ ചെയ്യാൻ പോവാണ്. ഒരു ലൈഫൊക്കെ ഞാനിങ്ങനെ പറയാറ്, നമ്മളിങ്ങനെ ഈ ഊരിന്റെ വിവിധ ഇടങ്ങളിലൊക്കെ പോയി അവരുടെ ഒരു ജീവിതം നമ്മളിത് പലതവണ ടിവിയിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ നേരിട്ട് വന്ന് അറിയുമ്പോഴാണ് ഒരുപക്ഷെ ഇതൊക്കെ കാണുന്നവർക്കും അല്ലെങ്കിൽ നമുക്കൊക്കെ ഇത് ഒരുപാട് കേട്ടിട്ടുള്ളതാണ്, പലർക്കും ഇത് പഴകിയ കഥയാണ്. പക്ഷെ ഇവിടെ ജീവിക്കുന്നവർക്ക് ജീവിതം കൂടിയാണ്. അതാണ് തീർച്ചയായിട്ടും ഇവരുടെ ജീവിതത്തിന്റെ ആ പച്ചയായ യാഥാർത്ഥ്യം, അവരുടെ ദുഃഖം. കുടിവെള്ളമില്ല, അതോടൊപ്പം യാത്ര ചെയ്യാൻ പാലമില്ല. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം നമ്മൾ ഒരിക്കൽ കൂടി അധികൃതരുടെ മുന്നിൽ വെക്കുകയാണ്. നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും. ഇതാ സ്മിത അന്വേഷിച്ചു. സ്മിത അതാ ഇവിടെ ഉണ്ട്.
പസങ്കാളെല്ല പുള്ളേരങ്കമ്മ മണിയകാര പള്ളിക്കൂട പുള്ളേരങ്കമ്മ പള്ളിക്കൂട പസങ്കാളെല്ല പുള്ളേരങ്കമ്മ തന്നാനേ നാനേ നാനേ നനേ നന്നാനേ തനേ നനേ നാനേ നാനേ നനേ നന്നാനേ തന്നാനേ നാനേ നാനേ തന്നേ നന്നാനേ തന്നേ നനേ നാനേ നാനേ നന്നേ നന്നാനേ തില്ലേലേലേലേലേലോ പുള്ളേരങ്കമ്മ തില്ലേലേലേലേലേലോ അടിപൊളിയല്ലേ ചേച്ചി ചേച്ചിയുടെ പാട്ട് നമ്മളെല്ലാവരും പാട്ടുകൾ കേട്ട് വന്നതാണ്. നന്നായിരുന്നു അല്ലെ, എന്ത് പറയാനാണ്, അടിപൊളി. ചേച്ചി തന്നാനേ നാനേ നാനേ നനേ നന്നാനേ തനേ നനേ നാനേ നാനേ നനേ നന്നാനേ തന്നാനേ നാനേ നാനേ തന്നേ നന്നാനേ